കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിക്കൊണ്ട് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലുള്ള ഇമേജുകൾ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെ വളരെ എളുപ്പത്തിൽ വെറും 3 ആപ്ലിക്കേഷൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഇത്തരത്തിലുള്ള ഇമേജുകൾ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ആദ്യം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആപ്ലിക്കേഷനാണ് ഇതിൻ്റെ പേര് ടൂൺ ആപ്പ് എന്നാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗാലറിയിലേക്കാണ് നേരെ പോകുക. അവിടെ ഞാൻ ഇപ്പം ദുൽഖറിൻ്റെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാൻ അതിങ്ങനെ ലോഡായി വന്നതിന് ശേഷം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും വി ആർ ഡ്രോയിങ് യുവർ കാർട്ടൂൺ എന്ന്. അത് നമ്മൾ ആ ഒരു ഇമേജ് കാർട്ടൂണിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഫുള്ളായി വരേണ്ടതുണ്ട്. ഇപ്പോൾ ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിപ്പോൾ ഫുള്ളായി ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലേക്ക് മാറി വരികയാണ്. ഇപ്പോൾ കാർട്ടൂൺ ആയിക്കോട്ടെ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കാർട്ടൂണായി കിട്ടുന്നത്. ഇപ്പോൾ കാർട്ടൂണായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റിയിട്ട് അവിടെ കാണുന്ന ഡൗൺലോഡ് ഐക്കൺ, അവിടെ കാണുന്ന ആ ഒരു ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കൊണ്ട് നമുക്ക് സേവ് എന്ന ഐക്കൺ കാണുന്ന സ്ഥിതിക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് സേവ് ആയിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ പിക്സാർട്ട് ഓപ്പൺ ചെയ്യുകയാണ്. പിക്സാർട്ട് ഓപ്പൺ ചെയ്ത് നമ്മളിപ്പോൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ദുൽഖറിൻ്റെ ആ ഒരു ഇമേജ് എടുക്കുക. അതെടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ആയിക്കൊണ്ട് ഒരു ഐക്കൺ കാണാൻ സാധിക്കും. ആ ഒരു ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവിടെ കാണുന്ന ആ ഒരു ഏരോ മാർക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫേസ് മുഴുവനായിട്ട് നമുക്ക് ഇതായി വരുന്നതാണ്. അതിനുശേഷം എവിടെയെങ്കിലുമൊക്കെ ടച്ചപ്പ് കൊടുക്കേണ്ടതുണ്ട് എങ്കിൽ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമ്മൾ നേരെ പിക്സൽ ലാബിൽ കയറുക. പിക്സൽ ലാബ് കയറി കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് അതിൻ്റെ ഇൻ്റർഫേസ്. നമുക്ക് ആദ്യം അവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം ഇമ്പോർട്ട് എടുത്തിട്ട് അവിടെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഇമേജ് അതിലേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ദുൽഖറിൻ്റെ ഒരു കാർട്ടൂൺ ടൈപ്പുള്ള ഹെഡ് നമ്മൾ അതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. അതിനുശേഷം നമ്മളത് ഒപ്പിച്ച് ആ ഒരു അളവിൽ സൈസിൽ നമ്മൾ അവിടെ വെച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ സൈസൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ട് കറക്റ്റ് അളവിൽ നമ്മൾ അവിടെ വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സൈഡ് ഇതൊക്കെ ഇതാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ അവിടെ കാണുന്ന ഒരു ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. എന്നിട്ട് അതിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നീക്കി സെറ്റാക്കി വെക്കണം. ഇപ്പം ഏകദേശം നമ്മുടെ പിക്ചർ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അവിടെ കാണുന്ന ഷെയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ അൾട്ര കൊടുക്കുക. ജസ്റ്റ് നമ്മൾ എന്തൊക്കെ സേവ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഫോട്ടോ നമ്മൾ ഗാലറിയിൽ എത്തിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഇത്തരത്തിലുള്ള ഫോട്ടോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കണ്ട് ഉടൻ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ.